ഗ്രാമീണ ഇന്ത്യയുടെ തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. 2005 UPA സർക്കാരാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. കേരളത്തിൽ 20-ലേറെ ലക്ഷം ആളുകൾ സജീവ തൊഴിൽ രംഗത്ത് നിൽക്കുന്നു. ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഈ സജീവമായിട്ട് തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ ഒരു പദ്ധതിയെ അട്ടിമറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളൊരു പുതിയ ബില്ല് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന അതിൻ്റെ പേരിൽ തുടങ്ങി അതിൻ്റെ ഘടനയിൽ മുഴുവനും അട്ടിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന വായിക്കൊള്ളാത്ത ഒരു പേരിട്ടിട്ട് VBG റാംജി എന്ന് പറയുന്ന, ആർക്കും അത് പ്രൊനൗൺസ് ചെയ്യാനും പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പേര്, അതിൽ തന്നെ അതിൻ്റെ ഒരു ഭാഷ തൊട്ടിട്ട്, അതായത് ഇങ്ങനെ ഒരു മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു പേര് ഉണ്ടാക്കുക, അതിനകത്തെ ഘടനകൾ മുഴുവനും ഈ ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലും ഈ ഒരു പദ്ധതി കാലക്രമേണ ഇല്ലാതാക്കുന്ന രീതിയിലും ആണ് ഇതിൻ്റെ ഘടനയെ നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം ഇതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണിത്. ഇതിനകത്ത് 90% സ്ത്രീകളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള. ഇതിൻ്റെ പുതിയ ബില്ലിലെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇല്ലാതാക്കുന്നതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പദ്ധതി വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, ആസൂത്രിതമായിട്ട് ഇതിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇതിൻ്റെ മൊത്തം പദ്ധതി ചെലവ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഘടന എന്ന് പറയുന്നത്. 90%, 10% അതിന്റെ തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ട ചെലവ് എന്നുള്ള രീതിയിലുള്ള 10% മാത്രമാണ് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിനെ 60-40 എന്നുള്ള രീതിയിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കേണ്ട രീതിയിൽ ഒരു വലിയ ബാധ്യത സംസ്ഥാന സർക്കാരുകളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 4000 കോടി രൂപയാണ് ഈ പദ്ധതി പ്രകാരം കേരളത്തിന് കിട്ടിയിരുന്നത്. അപ്പൊ ഇനി ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കോടി രൂപ അധിക ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരികയാണ്. ഒട്ടേറെ പദ്ധതികളിൽ ഈ ഒരു രീതി കേന്ദ്ര സർക്കാർ പിന്തുടരുന്നുണ്ട്. പല പദ്ധതികളുടെയും പദ്ധതി വിഹിതം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് 50-50 എന്നൊക്കെയുള്ള രീതിയിലുള്ള പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെ അധിക ബാധ്യതയായിട്ട് വരുന്നുണ്ട്. ഇത് ഈ യൂണിയൻ സർക്കാർ ഫെഡറൽ സംവിധാനത്തിനെ പതുക്കെ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട് തുടർന്നു വന്നിരുന്ന ഒരു നയത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ്. വലിയ വിമർശനം ഉയരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മാനമുണ്ട്. എന്ന് മാത്രമല്ല, അതിൻ്റെ പാർലമെന്റിൽ ചർച്ച വന്ന സമയത്ത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് ചൗഹാൻ പറഞ്ഞ ഒരു സെന്റൻസ് ഭയങ്കര കൗതുകകരമാണ്. ഭഗവാൻ രാമൻ നമ്മുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. റാംജിയുടെ പേര് കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? രാമരാജ്യമാണ് ഗാന്ധി വിഭാവനം ചെയ്തത്. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചപ്പോഴും റാം എന്ന വാക്കാണ് ഉച്ചരിച്ചത് എന്ന് പറയുന്നു. ചരിത്രമൊക്കെ എഴുന്നേറ്റ് നിന്ന് ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. മഹാത്മാഗാന്ധി മരിച്ചതും മഹാത്മാഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് റാം എന്ന് ഉച്ചരിച്ചു എന്ന് ഒരു BJP മന്ത്രി പറയുമ്പോൾ അതിനകത്തെ കാലം ചിരിക്കാതെ മറ്റെന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. വേറൊരു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് വിതരണം ചെയ്തപ്പോ പുണ്യബാപ്പു റോസ്ഗാർ യോജന എന്നായിരുന്നു പേര്. പിന്നെ ദുരൂഹമായ സാഹചര്യത്തിലാണ് പെട്ടെന്ന് MP-മാർക്ക് കൊടുത്ത ഡ്രാഫ്റ്റില് പുണ്യബാപ്പു ഇല്ല. അതാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ബില്ലും അതിലെ വ്യവസ്ഥകളും വരുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇനിയും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരുപാട് വ്യവസ്ഥകൾ നിലനിൽക്കുന്നതുകൊണ്ട് ബില്ല് പിൻവലിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ പ്രതിപക്ഷ കക്ഷികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പാസ്സായേക്കാം. കാരണം അത്രയും ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പാസ്സാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ വ്യവസ്ഥകളൊക്കെ ഏത് രീതിയിലാണ് ദോഷകരമായിട്ട് ബാധിക്കാൻ പോകുന്നത്? ആ വ്യവസ്ഥകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ലോക്സഭയിൽ
എംപിമാരുടെ കയ്യിലുള്ള ഈ ബില്ല് ഒരുപക്ഷെ അവസാനത്തെ ഒരു ആണിയടിക്കലിന് തുല്യമായി കാണാമെങ്കിലും ഏതാണ്ട് ഒരു 2-3 വർഷമായിട്ട് ഇത് ഈ പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ സർക്കാർ തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബഡ്ജറ്റ് വിഹിതത്തിലുള്ള വെട്ടിക്കുറയ്ക്കലോ വർദ്ധിപ്പിക്കാത്തതായിട്ടുള്ള ഒരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ. ഇപ്പൊ നിരന്തരം ആവശ്യമുണ്ട് ബഡ്ജറ്റ് വിഹിതം എല്ലാ കൊല്ലം വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ കോവിഡിന് മുൻപ് 6.16 കോടി കുടുംബങ്ങളാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം 2020-21 അത് 8.55 കോടി. അതിൽ വളരെ വർധനം 6 കോടിയിൽ നിന്ന് 8.5 കോടിയായിട്ട് വർദ്ധിക്കാനുണ്ടായത്. അതായത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള അടിസ്ഥാന തലത്തിലുള്ള തൊഴിൽ നഷ്ടമാണ് ധാരാളമായിട്ട് ഈ സ്ത്രീകളടക്കമുള്ളവർ. സ്ത്രീകളാണ് ഒരു കാരണം. അതേസമയം അതേപോലെ തന്നെ 2024-25 വർഷത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ 8.6% വർധനമുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യുന്ന കുടുംബങ്ങളുടെയും തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ട് ബഡ്ജറ്റ് വിഹിതത്തിൽ ഒരിക്കലും വർധനവ് വരുത്താനുള്ള സമ്മതിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം 86,000 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് നീക്കിവെച്ചത്. അതിൽ 23,400 കോടി രൂപയും കുടിശ്ശികയായിരുന്നു. അതായത് ആ കുടിശ്ശികയിൽ പകുതി തന്നെ വേതന കുടിശ്ശിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സാധനങ്ങൾ വാങ്ങാനുള്ള ഇതല്ല, അതായത് പണി ചെയ്തതിന്റെ കൂലി തന്നെ തടയുന്ന തരത്തിലുള്ള ഒരു കുടിശ്ശികയാണ്. അതിനോട് ചേർത്തിട്ട് വേണമെങ്കിൽ ഈ പുതിയ വ്യവസ്ഥയിലെ ഒരു വ്യവസ്ഥയെ നമുക്ക് കൂട്ടി വായിക്കാം. കുടിശ്ശിക വരികയാണെങ്കിൽ, ഈ വേതനം കൊടുക്കാനുള്ള കുടിശ്ശിക വരുത്തുകയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നുള്ളൊരു പുതിയ വ്യവസ്ഥ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ നമ്മുടെ തന്നെ ഈ തൊഴിലാളികളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം, കടുത്ത വ്യവസ്ഥകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന നമുക്ക് സാധാരണ മട്ടിലുള്ള ഒരു വ്യവസ്ഥയാണ് തോന്നും. പക്ഷെ അത് പ്രകാരം ഒരു 2022-24 വരെ 7.8 കോടി തൊഴിലാളികളാണ് ഈ ഒരു വ്യവസ്ഥകാലം പുറത്തായത്. അത് ഇല്ലാത്ത അതിനകത്ത് ഉൾപ്പെടുന്ന ആളുകൾ മുഴുവനും പ്രായമായ ആളുകളും. അതായത് ഈ സജീവ തൊഴിലാളികളിൽ 30% പേർക്കും ഈ ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർലമെന്റ് സമിതിയുടെ ഒരു സ്റ്റഡിയൊക്കെ നടക്കുകയും അവര് പ്രപ്പോസ് ചെയ്തു. അതായത് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സംവിധാനം ഒഴിവാക്കണം, നിർബന്ധമാക്കരുത്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ. അതൊന്നും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. അത് മാത്രമല്ല, തൊഴിലാളികളെ പുറത്താക്കാനുള്ള ഒരു കാരണമായിട്ട് അത് മുന്നോട്ട് വെക്കുകയും ചെയ്തു. പിന്നെ സൈറ്റിലെത്തിയിട്ട് 2 നേരം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് വളരെയധികം ഇപ്പൊ കേരളത്തിൽ പോലും ഈ നിരവധി തൊഴിലാളികളെ നമ്മൾ മുൻപ് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിലൊക്കെ തൊഴിലാളികളെ നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയാം, കേരളത്തിൽ പോലും തൊഴിലാളികൾക്ക് വിഷമകരമായ ഒരു കാര്യമാണ്. അതായത് സൈറ്റിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട്, ആപ്പ് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ അറിയാമല്ലോ ഇതിന്റെ വെബ്സൈറ്റ് ഒക്കെ ആക്സസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അല്ല, അത് മാത്രമല്ല, ഈ നമ്മൾ ഈ സ്മാർട്ട് ഫോണുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഡിജിറ്റൽ ഈ ഇത്തരം തൊഴിലിന് പോകുന്ന ആളുകളുടെ ക്ലാസ് ഏതാന്നുള്ളത്, സ്മാർട്ട് ഫോൺ അവരുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട്, ഇത് ഉപയോഗിക്കാനുള്ള അറിവ്, പ്രായമായ സ്ത്രീകളും ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. 70 വയസ്സൊക്കെ ഉള്ള ആളുകളും ഇവർ ഇത്രത്തോളം ഇതിനകത്ത് സാക്ഷരരാണ്. ഈ ഡിജിറ്റൽ ഡിവൈഡ് തന്നെയാണ് ഇതിനകത്ത് വലിയ കാര്യം. അതുകൊണ്ട് സാങ്കേതികമായ മാനദണ്ഡങ്ങളിലൂടെ ഈ പദ്ധതിനെ അതുകൊണ്ട് മാത്രം ഈ പദ്ധതി പുറത്താക്കുന്ന ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. നമ്മൾ ട്രൂ കോപ്പി തിങ്ക് തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് സ്ത്രീകൾ സംസാരിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് രീതിയിൽ തന്നെ ഒരുപാട് ടെക്സ്റ്റ് സ്റ്റോറികളും വീഡിയോ സ്റ്റോറികളുമായിട്ട് എന്താണ് ഗ്രൗണ്ടിൽ റിയലായിട്ട് നടക്കുന്നത്, ഇവരുടെ തൊഴിൽ ദിനങ്ങൾ, അത്തരം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം കാണിച്ചിട്ട് ഒരുപാട് സ്റ്റോറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്കുകൾ നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റോറീൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് മാറും. മറ്റൊരു കാര്യം, ഈ തൊഴിൽ ദിനത്തിന്റെ ഒരു കുറയുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം 7% പേർക്ക്, സജീവ തൊഴിലാളികളിൽ 7% പേർക്ക് മാത്രമാണ് ദേശീയ തലത്തിൽ 100 ദിവസം തൊഴിൽ എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ പോലും ശരാശരി 50 ദിവസമാണ് ഈ തൊഴിൽ ദിനങ്ങളുള്ളത്. അതായത് കേരളം 2024-25 11 കോടി തൊഴിൽ ദിനങ്ങളാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ കേന്ദ്രം അനുവദിച്ചത് 6 കോടി തൊഴിൽ ദിനങ്ങളാണ്. പക്ഷെ കേരളം അനുവദിച്ചതിനേക്കാളും 3 കോടി
അധികം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ നൽകാനുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു നേട്ടം കൃത്യമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതായത് ഒരു മറ്റേ ക്ഷേമനിധി ബോർഡ് പോലും ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. സോഷ്യൽ ഓഡിറ്റിംഗ് വളരെ കൃത്യമായിട്ട് നടക്കുന്നു. ഫണ്ട് വിനിയോഗത്തിലൊന്നും ഇതുവരെ ഇതുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ പോലും 50 ദിവസമാണ് നൽകാൻ പറ്റുന്നത്. പിന്നെ കൂലി വർധനം എന്നുള്ളത്, അതായത് കേരളത്തിൽ 346 രൂപയാണ് ശരാശരി കിട്ടുന്നത്. കേരളത്തിൽ പോലും ഒരു കാർഷിക മേഖലയിലൊക്കെ മിനിമം കൂലി എന്ന് പറഞ്ഞാൽ 500 രൂപയിൽ കൂടുതലാണ്. അത് ഓരോ സംസ്ഥാനത്തും മിനിമം കൂലിക്ക് തുല്യമായിട്ടുള്ള തുകയെങ്കിലും ഇത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ MP-മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനോടൊന്നും അനുകൂലമായിട്ടുള്ള ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. പിന്നെ വേതനം നിഷേധിക്കുക എന്നുള്ളത്, അതായത് 2025 മാർച്ചിലെ കണക്കനുസരിച്ചിട്ട് 23,400 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. അത് പകുതിയോളം 12,000 കോടി രൂപയും വേതന കുടിശ്ശികയാണ്. അപ്പോൾ അവർക്കൊന്നും കേരളത്തിലടക്കമുണ്ട്. കേരളത്തിൽ 800 ചില്ലാൻ കോടി രൂപയോളം ഈ വേതനത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. പിന്നെ പ്രൊജക്ടുകൾ, അതായത് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നൽകാത്തതിന്റെ പേരിൽ മാത്രം ഈ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പുതിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുക. അപ്പൊ അത് തൊഴിൽ ദിനങ്ങളെ വളരെയധികം ലിമിറ്റ് ചെയ്യും. അപ്പൊ ഇത്തരം ഉണ്ടല്ലോ, ഇപ്പോ സാങ്കേതികമായിട്ടും പിന്നെ ഭരണപരമായിട്ടും ഒക്കെയുള്ള ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശം കവരുന്ന തരത്തിലൊക്കെ നിരന്തരം അതായത് അതൊരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലെന്ന് പറഞ്ഞാല് ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ളതല്ല, ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സിന് തുടങ്ങിയിരുന്നു എന്നാണ്. ഇനിയിപ്പോ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീത്ത് പറയാൻ പറ്റും. ആ മാറ്റങ്ങള് ഏത് രീതിയിലാണ് ഇതിന്റെ ദോഷകരമായിട്ട് ബാധിക്കുന്നത്? ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ പേരുമാറ്റം തന്നെ. പേരുമാറ്റത്തിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്, ശരിയാണ്. പക്ഷെ ആ പേരുമാറ്റത്തിലപ്പുറം, അതായത് ഗാന്ധി എന്നുള്ള പേര് മാറ്റി പകരം രാമൻ എന്നുള്ള പേര് അതിലേക്ക് വരുവാണ്. കൃത്യമായിട്ടും ജനാധിപത്യം എന്നുള്ള ഒരു സാധനത്തിൽ നിന്ന് ഹിന്ദുത്വ സാധനത്തിലേക്ക് അത് കൃത്യമായിട്ടും മാറുകയാണ്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് ഗാന്ധിയുടെ പേര് ഇതിലേക്ക് വരുന്നത്? ഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം ഇതിൽ ഉണ്ട്. അതായത് ഗ്രാമീണ ജനവിഭാഗങ്ങൾ സ്വയം പര്യാപ്തരായി നിൽക്കുക എന്നുള്ളൊരു വലിയൊരു ആശയം ഇതിലുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ അടിത്തട്ട് ജനവിഭാഗങ്ങളെ ഏറ്റവും ഉന്നമനത്തിലേക്ക് നയിച്ചിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. അവകാശമായിട്ട് കൊടുത്തിരുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ ഇതിലിപ്പോ 125 തൊഴിൽ ദിനങ്ങൾ ഗ്യാരണ്ടി എന്നാണ് യൂണിയൻ സർക്കാർ പറയുന്നത്. പക്ഷെ അതല്ല സംഭവിക്കാൻ പോകുന്നത്. ഈ 125 തൊഴിൽ ദിനങ്ങൾ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, യൂണിയൻ സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ 125 തൊഴിൽ ദിനങ്ങൾ കിട്ടുള്ളൂ, എല്ലായിടത്തും ഇല്ല. അതെ, അതായത് ഈ 125 നേരത്തെ ഉണ്ടായിരുന്നത് 100 തൊഴിൽ ദിനങ്ങളാണ്. 2005 ഈ പദ്ധതി തുടങ്ങിയ കാലം മുതൽ ഇത്രയും കാലമായി 100 തൊഴിൽ ദിനങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് അവകാശമായിട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ കേന്ദ്ര സർക്കാർ പറയുന്ന ബജറ്റ്, കേന്ദ്ര സർക്കാർ പറയുന്ന തുക, അതിനനുസരിച്ച് തൊഴിൽ ദിനങ്ങളെ ഉള്ളൂ. അത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ല. അതെ, അതിൽ മറ്റൊരു പ്രശ്നം, അതായത് ഈ എവിടെ കൊടുക്കണം എന്നുള്ളതും കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള പഞ്ചായത്തുകളിൽ, കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള മേഖലകളിൽ കൊടുക്കാം എന്നുള്ളത് തീരുമാനിക്കാം. അതിൽ തന്നെ ഈ ഫണ്ട് അതുപോലെ തന്നെ 60-40 ആക്കി മാറ്റുകയാണ്. അതായത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്രത്തിന് ഇത് എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള രീതിയിൽ മേനി നടിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ 40% ഫണ്ട് സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. അതിൽ തന്നെ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് തന്നെ ഇത് പിൻവലിക്കാമെന്നുള്ള, അവിടങ്ങളിൽ ഇത് പിൻവലിക്കാമെന്നുള്ള ഒരു ഫണ്ട് തടഞ്ഞു വെക്കാന്ന്. ഇപ്പൊ ഒരു രസമുള്ളത്, ഈ ഫണ്ട് തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു പാസ്റ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ബംഗാളിലൊക്കെ ഈ പ്രശ്നം രൂക്ഷമാണ്.
അതായത് രാഷ്ട്രീയമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ ടാക്ടിക് കൂടിയുണ്ട്. അതായത് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പറയുന്ന പോലെ പ്രതിപക്ഷ സർക്കാരുകൾക്കെതിരെ തൊഴിലാളികളെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെ തിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതായത് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും കേന്ദ്രം ഫണ്ട് തരുന്നുണ്ട്, കേന്ദ്രം വലിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാൻ പറ്റുന്നില്ല, ആരുടെ വീഴ്ചയാണ്, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റാനും പറ്റും. ഒപ്പം ഈ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന തെരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇത് പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്നതിനകത്തൊരു വലിയ രാഷ്ട്രീയ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തില് BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം നമ്മുടെ ഇവിടെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ BJPയുടെ പ്രസൻസ് ഉള്ള കൃത്യമായിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇത്തരം പദ്ധതികൾ മുഴുവൻ അത് ഒരു ഇലക്ഷൻ ടാക്ടിക്സ് കൂടിയിട്ടാണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. എല്ലാ പദ്ധതികളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പേരുമാറ്റത്തിന്റെ ഉള്ളിലെ ഇപ്പോ രാജീവ് ഗാന്ധിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, ഇന്ദിരാഗാന്ധി ആവാസ് യോജന, അത്തരം പേരുകളുടെ മുഴുവനും പതുക്കെ പതുക്കെ സ്ഥലനാമങ്ങൾ മാറ്റുന്നത് പോലെ ഈ ഇത്തരം പദ്ധതികളുടെ പേര് മാറ്റുന്നത് ഒരു ഓർമ്മയെ കളയാന്നുള്ളൊരു സംഗതി മാത്രമല്ല അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന ഒരു ഇലക്ഷൻ ടാക്ടിക്സും കൂടിയിട്ടുണ്ട്. എല്ലാം പ്രധാനമന്ത്രിയുടെ പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോൾ ഈ ബ്രാൻഡിങ് ഇവിടെ നടക്കുക. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംഗതികളിൽ മുഴുവനും പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ പറ്റുന്നു. നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ സംഗതികൾ വെച്ചിട്ട് ഈ ബ്രാൻഡിങ് ആണ് കൃത്യമായിട്ട് എവിടെ നോക്കിയാലും ഈ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ, അത് അവിടെ മുഴുവൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ പടം വെക്കുന്നത് നമുക്ക് സാങ്കേതികമായിട്ടൊന്നിനെയും എതിർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇലക്ഷൻ. ഇത് കണ്ട് ഇത് എല്ലാം നടപ്പിലാക്കുന്നത് മുഴുവനും ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രാൻഡിങ് തന്നെയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കൊക്കെ പ്രശ്നമുണ്ട്. അതായത് അതില് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ മോദിയുടെ പടം വെക്കുന്നതിനോടൊപ്പം തന്നെ അതിലെ ബേസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളെ ഹരിക്കാനുള്ളതാണ്. ഇതിലുള്ള പ്രശ്നം വെച്ചാൽ ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രം ആയിട്ട് ചുരുങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രാമസഭകളുടെയും പഞ്ചായത്തുകളുടെയും തൊഴിൽ നിർവഹണത്തിനുള്ള അധികാരം, അവകാശം അത് എടുത്തു കളയുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്രം നൽകുന്ന, യൂണിയൻ സർക്കാർ നൽകുന്ന ഫണ്ടിന് ആനുപാതികമായിട്ട് ഇനി തൊഴിൽ തിരഞ്ഞെടുക്കാനോ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാന്നുള്ള വരുന്നുള്ളൂ. ഇതുവരെയുള്ളത് ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും കഴിയുമായിരുന്നു. അതായത് ഗ്രാമസഭകൾ മുതൽ സംസ്ഥാന സർക്കാരുകൾ വരെയുള്ള ഈ അവരുടെ ഇതുവരെ കൈകാര്യം ചെയ്യുന്ന അധികാരങ്ങളെ മുഴുവനും ഒറ്റയടിക്ക് കേന്ദ്രത്തിൻ്റെതാക്കി മാറ്റുകയാണ്. അതാണ് ഈ ബ്രാൻഡിങ് എന്നുള്ളതിൻ്റെ ഒരു ഇപ്പം നമ്മൾ കഴിഞ്ഞ കേരളത്തിൽ ഇപ്പൊ PMC പദ്ധതി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ബ്രാൻഡിങ്ങിന്റെ അപകടങ്ങൾ, അത് ബേസിക്കലായിട്ട് ഒരു മോഡിയുടെ ഫോട്ടോ വെക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ അവകാശങ്ങൾ എത്രമാത്രം അട്ടിമറിക്കപ്പെടുന്നുള്ളത് ഈ പദ്ധതിയിലൂടെ വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ പോവാണ് കേന്ദ്ര സർക്കാർ. പിന്നെ അതിനകത്ത് ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കാർഷിക വിളവെടുപ്പിന് തൊഴിലാളി ലഭ്യത ഉറപ്പാക്കാൻ വർഷത്തിൽ 60 ദിവസം തൊഴിലുറപ്പ് പദ്ധതിക്ക് നിരോധനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് അത് അങ്ങനെ ബാധിക്കില്ല. പക്ഷേ സീസണലായിട്ട് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും മുഴുവനും കാർഷിക മേഖലയിൽ കർഷക ഇന്ത്യ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അത്തരം മേഖലകളിൽ ഈ നിരോധനം തൊഴിലാളികളുടെ കൂലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ആ സമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിന് പോകാൻ പാടില്ല എന്ന് പറയുന്നത് അതിന് ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു മറ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഉറപ്പായ കൂലി ഉണ്ടല്ലോ അത് ലഭിക്കാതെ വരിക ചെയ്യുക. കാരണം അവിടുത്തെ തൊഴിൽ കൂലി, ദിവസക്കൂലി എന്ന് പറയുന്നത് ഇതിനേക്കാൾ താഴ്ന്നാണ് നിൽക്കുന്നത്. സാധാരണ ഗ്രാമീണർക്ക് കിട്ടുന്ന അല്ലാണ്ട് കിട്ടുന്ന തൊഴിൽ കൂലി ഉണ്ടല്ലോ അത് വളരെ കുറവാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സംഗതിയും നിരോധനവും കൂടെ വരുമ്പോൾ ഉറപ്പായിരുന്ന ഈ കൂലി തീരെ ഇല്ലാതാവുന്ന നിരോധനം സത്യത്തിൽ തൊഴിൽ നഷ്ടമാണ് ഈ രീതിയിൽ സംഭവിക്കാൻ പോകുന്നത്. അതൊരു സംഗതിയാണ്. പിന്നെ ലേബർ കാർഡിൻ്റെ കാലാവധി 5 വർഷം എന്നുള്ളത് 3 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. അതും ഒരു തരത്തിലുള്ളൊരു ടാക്ടിക്സാണ്. കാരണം ഈ ഓരോ 3 വർഷം കൂടുമ്പോൾ പുതുക്കുക എന്ന് പറയുമ്പോൾ പുതുതായിട്ടുള്ള എന്തൊക്കെ തരം മാനദണ്ഡങ്ങൾ, ഈ പറഞ്ഞ പുറത്താക്കലിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ ആഡ് ചെയ്യുകയും ഈ പറയുന്ന 5 വർഷത്തെ ആ ഒരു ഉറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു സംഗതി കൂടി. അപ്പോൾ ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പദ്ധതിയെ പേരിൽ തൊട്ടിട്ട് അതിൻ്റെ കൂലി കിട്ടുന്ന അവസ്ഥയിൽ വരെ
കുറച്ചു കാലത്തിന് ശേഷം പദ്ധതി തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ വേണമെങ്കിൽ ആളുകൾ മടുത്തിട്ട് നിർത്തിയിട്ട് പോവുകയോ പദ്ധതി തന്നെ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇതിനെ മാറ്റി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഒപ്പം ഫെഡറൽ സംവിധാനത്തിന്റെ പലതരത്തിൽ കേർട്ടൈൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയും കൂടാണ്. അതുപോലെ തന്നെ ഇത് അൺസ്കിൽഡ് ആയിട്ടുള്ള, അതായത് വലിയ ഭാരമുള്ള ജോലിയൊന്നും എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ പ്രായമുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികളായിരുന്നു നേരത്തെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നുണ്ട്. കുറച്ചുകൂടി അധ്വാനം വേണ്ടുന്ന തരത്തിലുള്ള ജോലിയിലേക്ക് ഇതിന് മാറ്റുന്നുണ്ട്. ഒരു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജലസേചനം, അങ്ങനെയുള്ള 3-4 കാര്യങ്ങളിലേക്ക് അത് മാറ്റുന്നുണ്ട്. അതും കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഇവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. 2005 UPA സർക്കാർ, ഇടതുപക്ഷ കക്ഷികളൊക്കെ പിന്തുണച്ചിരുന്ന സർക്കാർ വിവരാവകാശ നിയമം, അങ്ങനെ ഒട്ടേറെ പുരോഗമനപരമായിട്ടുള്ള പദ്ധതികളും നയങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു സർക്കാരാണ്. അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു തൊഴിലാളി ഇന്ത്യയെ കെട്ടുറപ്പോട് കൂടി കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ളൊരു നിയമവും കൂടിയിട്ടായിരുന്നു ഇത്. അതിനെ തകർക്കുക എന്നുള്ള ഒരു രീതി ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം സത്യത്തിൽ പാർലമെന്റിനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല നടക്കേണ്ടത്, പുറത്തേക്ക് അത് വ്യാപിക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്നത് മുഴുവനും താഴെത്തട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടിരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അതും ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു തൊഴിൽ സേനയുണ്ട് യഥാർത്ഥത്തിൽ. അവർ മുഴുവനും ഇതിന്റെ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാവുകയും ഒപ്പം ഫെഡറൽ സംവിധാനത്തിനെ തകർക്കുന്ന ഇത്തരം ബില്ലുകൾക്കെതിരെ സംസ്ഥാന സർക്കാരുകൾ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക്, കർഷക സമരമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, അതിന് പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കെട്ടുറപ്പോട് കൂടിയിട്ട് ഒരു അവസരമായിട്ട് കണ്ടിട്ട് രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകളും ഈ പറയുന്ന സ്ത്രീകളുമൊക്കെ ഇതിനെതിരായിട്ടുള്ളൊരു മുന്നോട്ട് വരുന്നൊരു പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. അതിന് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരെ സംഘടിപ്പിക്കാനും കൂടിയിട്ട് ഒരു തൊഴിൽ സമരത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്ന ഒരു ഘട്ടവും കൂടിയിട്ടാണെന്ന് തോന്നുന്നു.